ഹായ് ഗൈസ്. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് ബേസിക്സ് കവർ ചെയ്തിട്ടുണ്ട്. വേരിയബിൾസ് എന്താണ്, കോൺസ്റ്റൻസ് നോക്കി, നമ്മൾ കുറച്ച് ഓപ്പറേറ്റേഴ്സ് നോക്കി, അതോടൊപ്പം ഡാറ്റ ടൈപ്സിൽ നമ്മൾ സ്ട്രിങ് നമ്പറും കൂടി കവർ ചെയ്തിരുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡാറ്റയൊക്കെ ഹാർഡ് കോഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. സോ അതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻസ് എന്താണെന്ന് അറിയണം. ഈ ഔട്ട്പുട്ട് റിസൾട്ടിന് ഇത് ഞാൻ മുമ്പ് പറഞ്ഞു, അതൊരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഫംഗ്ഷൻ എന്താണ് ഇൻഡെപ്തായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, സോ അതാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഫങ്ഷൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാ പ്രോഗ്രാം ലാംഗ്വേജും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻസ് ഒക്കെ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കോഡ് ഡിഫൈൻ ചെയ്തിട്ട് അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട, ഞാൻ എഴുതിയ കോഡ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കീവേഡ് നമ്മളിവിടെ ഫസ്റ്റ് കൊടുക്കും, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും കീവേഡ്. പിന്നെ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കും. ഈ പേര് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദെൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കുറച്ച് വാല്യൂസ് എടുക്കാൻ പറ്റും. ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും ഡാറ്റ കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഒരു ഡാറ്റയോ ഒരു വാല്യൂയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നെയിം, ഈ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കണം, ഇവിടെ നെയിം എന്നുള്ളത് പാരാമീറ്ററാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഫംഗ്ഷൻ ബോഡിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ടാവും, അതോടൊപ്പം ഒരു കേർലി ബ്രാക്കറ്റ് അവസാനിക്കുകയും ചെയ്യും. സോ കേർലി ബ്രാക്കറ്റിൻ്റെ ഇടയിലുള്ളതാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, അതാണ് നമ്മൾ എന്താ ലേറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു സിൻടാക്സ്. ഫംഗ്ഷൻ കീവേഡ് ഉണ്ടാവും, എന്നിട്ട് ഫംഗ്ഷൻ്റെ പേര് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇത് പാരാമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എം ടി ബ്രാക്കറ്റ് ക്ലോസ് നെയിം ഒന്നും ഉണ്ടാവില്ല, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ നെയിം ഒരു എക്സാമ്പിൾ കാണിച്ചു മാത്രം നെയിം എടുക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ളതാണ് ഫംഗ്ഷൻ ബോഡി പറയുക. അതാണ് നമ്മൾ ലേറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അപ്പം പറഞ്ഞു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അത് നിർബന്ധമില്ല, വേണമെങ്കിലാവാം. നമ്മൾ പറഞ്ഞു, സോ ഇവിടെ നമ്മുടെ നെയിമാണ് നമ്മുടെ എക്സാമ്പിളിൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതോടൊപ്പം ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വേണമെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിളിൽ ഞാൻ പറയുകയാണ്, വേണമെങ്കിൽ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ. ഇപ്പം ഞാനിവിടെ കൊടുത്തിട്ട് ഹായ് സച്ചിൻ എന്ന് പറഞ്ഞ നെയിം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഹായ് സച്ചിൻ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം, സ്ട്രിങ് ആയിട്ട് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ. പക്ഷേ നമ്മൾ എക്സാമ്പിളിൽ ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. സോ ഫംഗ്ഷന് വേണമെങ്കിൽ വാല്യൂസ് റിട്ടേൺ ചെയ്തെടുക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മുടെ കോഡ് ഇതിൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കോഡ് നമ്മൾ ഫംഗ്ഷൻ എഴുതിയ ഈ കോഡ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് റൺ ആവില്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവില്ല. നമ്മുടെ സ്ക്രിപ്റ്റ് ഇപ്പം ഞാനിത് app.js കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ബോഡിയിൽ അലർട്ട് ഹായ് നെയിം എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് ഇതൊന്നും എക്സിക്യൂട്ട് ആവില്ല. സോ ഫംഗ്ഷൻ പക്ഷേ ഡിഫൈൻ ചെയ്ത് വെക്കുന്ന തരം അത് എക്സിക്യൂട്ട് ചെയ്യണം. ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അതൊരു ഫംഗ്ഷനാണെന്ന് മനസ്സിലാക്കും. ഞാനിപ്പോൾ ഈ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മുടെ app.js കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിനും അത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഇതൊരു ഫംഗ്ഷനാണ്, അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കും, എന്നിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഈ കോഡ്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കോഡ് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുകയെന്ന് വെച്ചാൽ അത് ഫംഗ്ഷൻ നമ്മൾ എപ്പോൾ വിളിക്കുന്നോ അപ്പോഴേ അത് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, സോ എങ്ങനെ വിളിക്കാം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ആ ഫംഗ്ഷൻ എങ്ങനെ വിളിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ പേര് വെച്ച് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ ഒരു പരാന്തസിസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ എക്സാമ്പിൾ കണ്ടോ, അത് ഗ്രീറ്റ് യൂസർ എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു ഫംഗ്ഷൻ്റെ പേര്. ഇതിവിടെ എന്താ കൊടുത്തു വെച്ചാൽ ആ പേര് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പരാന്തസിസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മളിവിടെ നെയിം എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു പേര് പാസ് ചെയ്തു, സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആ ഫംഗ്ഷൻ എന്തെങ്കിലും പാരാമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാരാമീറ്റർ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. പാരാന്തസിസിൻ്റെ ഉള്ളിൽ പാരാമീറ്ററായിട്ട് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ അതിന് കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ ഇപ്പം നെയിം മാത്രമേ ഉള്ളൂ. ഈ നെയിം, ഏജ്, ഇപ്പം മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പാരാമീറ്റർ വേണമെങ്കിലും ഇത് പാസ് ചെയ്യാം. ഓക്കെ, സോ ഫംഗ്ഷന് എങ്ങനെ പാസ് ചെയ്യുന്നത് വെച്ചാൽ കോമ ഇട്ട് പാസ് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ എക്സാമ്പിൾ മാത്സ് എഴുതി,
അവരുടെ ഏജ് ഒരു 35 എന്ന് കൊടുക്കാം, എനിക്ക് കോമ അവരുടെ മാർക്ക് എത്രയെന്ന് വെച്ച് കൊടുക്കാം, 75 എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ അങ്ങനെ കോമിട്ട് നമുക്ക് പാരാമീറ്റർ വേണമെങ്കിൽ പാസ് ചെയ്യാം. ഓക്കെ, പക്ഷേ അവിടെ ഇതേ പാരാമീറ്റർ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പം ഞാനിവിടെ ഒരു 10 പാരാമീറ്റർ കൊടുത്തിട്ട് ഇവിടെ ഒരെണ്ണം എടുക്കുന്നുള്ളെങ്കിൽ ആദ്യത്തെ എടുക്കുള്ളൂ വരുന്നത്. ഓക്കെ, സോ ഞാൻ ആക്ച്വലി ഇവിടെ ഫംഗ്ഷനിൽ എത്ര പാരാമീറ്റർ ഉണ്ടോ അത്ര പാരാമീറ്ററിനെ നമ്മൾ വിളിക്കുമ്പോഴും പാസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ അലർട്ട് ഇപ്പം ഞാനിവിടെ പാസ് ചെയ്തു, മാക്സ് പറഞ്ഞിട്ട് പാസ് ചെയ്തു. സോ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ നമ്മൾ എന്താണ് പാരാമീറ്റർ പാസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡാറ്റ നമുക്ക് ഉള്ളിൽ യൂസ് ചെയ്യാനും പറ്റും. ഫംഗ്ഷൻ ബേസിക്കലി അത് നല്ല ഫ്ലെക്സിബിലിറ്റി തരും നമ്മുടെ കോഡിങ്ങിലൊക്കെ. ഓക്കെ, കാരണം ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ടോപ്പ് ടു ബോട്ടം ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴത്തേക്കാണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞു സ്ക്രിപ്റ്റൊക്കെ ലോഡാകുമ്പോൾ സ്ക്രിപ്റ്റ് 1 by 1 ലോഡാവുക, അതിന് ശേഷമാണ് നമ്മളെ കോഡും കറസ്പോണ്ടിങ്ങിലി റൺ ആവുള്ളൂ, ഇമീഡിയറ്റ്ലി റൺ ആവുന്നുള്ളത്. സോ നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ പറയും, ഇപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല, ലേറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പാസ് ചെയ്യാം, എന്നിട്ട് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കേസിൽ നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, സോ ഈ കാൽക്കുലേറ്ററിൽ ഞാനിവിടെ ഒരു ബട്ടണിൽ ഫംഗ്ഷൻ എഴുതിയെന്ന് വിചാരിക്കൂ. സോ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവില്ല എന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി അത് എക്സിക്യൂട്ട് ആവില്ല. സ്ക്രിപ്റ്റ് ഇത് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന ടൈമിലൊന്നും എക്സിക്യൂട്ട് ആവില്ല. സോ ഞാൻ ആ ബട്ടൺ എപ്പോൾ പ്രസ് ചെയ്യുന്നു അപ്പോൾ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. സോ അതൊക്കെ ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആ കോഡൊന്നും ഇമീഡിയറ്റ്ലി റൺ ആവില്ല എന്നുള്ളത്. പക്ഷേ അത് ഇൻട്രാക്ഷൻസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റും. സോ എപ്പോഴാണോ നമുക്കത് റൺ ചെയ്യേണ്ടത്, ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ റൺ ചെയ്യേണ്ടത്, അപ്പോൾ മാത്രമേ അത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഇമീഡിയറ്റ്ലി റൺ ചെയ്യേണ്ട. ഒരു എക്സാമ്പിൾ ഞാൻ പറയും, ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യണം. അല്ലെങ്കിൽ ഞാനിവിടെ വാല്യൂസ് കൊടുക്കുകയാണ് 12 എന്ന് പറഞ്ഞ് കൊടുത്തു, അപ്പോൾ ആ ടൈമിൽ 12ന് ശേഷം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിങ്ങനെയാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ, നമ്മൾ എഴുതിയൊരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ HTML ആദ്യം ഓപ്പൺ ചെയ്യാം. HTML. ഓക്കെ, സോ HTML നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു. ആദ്യം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആദ്യം script.vendor.js കണ്ടു. ഓക്കെ, സോ ഫസ്റ്റ് vendor.js അത് പാസ് ചെയ്യും സ്ക്രിപ്റ്റ്, എന്നിട്ട് ഇതൊക്കെ റൺ ചെയ്യും. സോ ഇവിടെ കാണുമ്പോൾ ഇത് ഫംഗ്ഷനാണ്. സോ ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ ഇമീഡിയറ്റ്ലി റൺ ആവില്ല, പക്ഷേ ഈ ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്ത് മെമ്മറിയിൽ സൂക്ഷിച്ച് വയ്ക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വെണ്ടർ ആദ്യം നമ്മൾ ലോഡ് ചെയ്യാൻ പറയുന്നത്. അതിന് ശേഷം ആപ്പ് ലോഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ആപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നത്. സോ ഫംഗ്ഷൻ ഓൾറെഡി മെമ്മറിയിലുണ്ട്. ഇവിടെ വെണ്ടറിൽ ഫസ്റ്റ് ലോഡ് ആകുമ്പോൾ ഈ ഫംഗ്ഷൻ മെമ്മറിയിലുണ്ട്. സോ ഔട്ട്പുട്ട് റിസൾട്ട് ആക്ച്വലി മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് അത് കോളാവും. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഈ വെണ്ടർ ഫസ്റ്റ് ലോഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്ക്രിപ്റ്റിൽ. അതിനുശേഷം ആപ്പ് ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആപ്പ് ഞാൻ ഫസ്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണ്, പക്ഷെ അത് മെമ്മറി സ്റ്റോർ ചെയ്തിട്ടില്ല. കാരണം ഈ രണ്ടാമത്തെ JS സ്ക്രിപ്റ്റ് റണ്ണായിട്ടില്ല, പാഴ്സ് ചെയ്ത് വന്നിട്ടില്ല. സോ വെണ്ടറിന് പാഴ്സ് ചെയ്ത് വരുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇത് ഞാൻ മോളിക്കിടുന്നത്. ഇപ്പോൾ app.js ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടാണെങ്കിൽ vendor.js പാസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ കിടക്കുന്നത്. സോ ഞാനിപ്പോൾ app.jsൽ ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെർച്ച് ചെയ്ത് കിട്ടില്ല, അപ്പോൾ എറർ അടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓർഡറിൽ പോകാൻ പറഞ്ഞത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, എന്നാൽ ഡിഫൈൻ ചെയ്ത ശേഷം മാത്രമേ അത് കോൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫംഗ്ഷനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സോ ഈ ഫംഗ്ഷൻ ഇനി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എഴുതിയിരിക്കുന്നത് vendor.jsൽ. സോ ഇത് ഒന്നുമില്ല, ഒന്ന് നമ്മുടെ ഇവിടെ ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാനും പിന്നൊന്ന് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാനും, അത് മാത്രമേ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ നമ്മൾ വിളിക്കണമെങ്കിൽ. ഇപ്പം നിങ്ങൾ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടുന്ന് കറണ്ട് റിസൾട്ട്, ഇപ്പം ഞാൻ റിസൾട്ട് മാത്രമാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഇവിടെ വന്നിട്ട് ഈ റിസൾട്ടിൽ നമ്മൾ പറയും ഈ റിസൾട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറയും.
ഓക്കെ. പിന്നെ അത് പറയും പിന്നെ നമ്മൾ ടെസ്റ്റ് പാസ് ചെയ്യും, ഡിസ്ക്രിപ്ഷനാണ് പാസ് ചെയ്യുന്നത്. സോ ഡിസ്ക്രിപ്ഷൻ പാസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്, അത് പാസ് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരും, ടെസ്റ്റിലേക്ക് വരും. ടെസ്റ്റിൽ ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇതെന്താണെന്നുള്ളതൊക്കെ ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്നുള്ളതൊക്കെ ഞാൻ ലേറ്റർ ഓൺ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതാണ് നടക്കുന്നത് ആക്ച്വലി. ഇവിടെ ടെസ്റ്റ് വരുന്നു, അപ്പോൾ ഇവിടെ വാല്യൂ വന്നു, നമ്മൾ ഫംഗ്ഷൻ വിളിക്കണം ഇവിടുന്ന്, ഔട്ട്പുട്ട് റിസൾട്ടിന് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ. എന്നിട്ട് ഞാനിവിടെ ഡാറ്റയും പാസ് ചെയ്യുന്നുണ്ട്, റിസൾട്ടും ഡിസ്ക്രിപ്ഷനും പാസ് ചെയ്യുന്നുണ്ട്. അതേ ഡാറ്റ തന്നെ റിസൾട്ടിനും ഡിസ്ക്രിപ്ഷനും വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാനിവിടെ അസൈൻ ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ HTML ഐ ഡിയിലേക്ക് അത് അസൈൻ ചെയ്ത് വിടുന്നു. ഓക്കെ, സോ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഒന്നും എഴുതിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് കോൾ ചെയ്യുക ചെയ്യുന്നത്. ഓൾറെഡി എഴുതി വെച്ച ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളായിട്ടൊരു ഫംഗ്ഷൻ എഴുതാൻ പോകുന്നു. എങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം അടുത്ത വീഡിയോയിൽ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്, ബൈ.